നമ്മുടെ കഴുത്ത്, നമ്മുടെ ഷോൾഡേഴ്സ്, ഇവയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ അഥവാ രണ്ട് വ്യക്തികൾ തമ്മിൽ ഫിസിക്കൽ ഫൈറ്റിംഗ് ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർക്ക് അവരുടെ മസിൽസ് സ്ട്രോങ് ആകുകയും അവർക്ക് ഫൈറ്റിന് വേണ്ടി തയ്യാറെടുക്കുകയും വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതി അവർക്ക് കനിഞ്ഞ് അരുളിയ ഈ ശക്തി കാരണത്താൽ അവരുടെ കഴുത്തും ഷോൾഡേഴ്സും അവിടുത്തെ മസിലുകളും എല്ലാം തന്നെ ഒരു ആക്ഷന് വേണ്ടിയിട്ട് പ്രിപ്പയറായി നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തെന്ന് ചോദിച്ചാൽ മസിൽസ് പെട്ടെന്ന് ടെൻസ് ആകുകയും റിലാക്സ് ചെയ്യുകയും അതിലൂടെ ക്രോണിക് മസിൽ ടെൻഷൻ അതിലൂടെ കഴുത്തിനും മസിൽസിനുമൊക്കെ വേദന ഉണ്ടാകാനും ഷോൾഡർ സ്റ്റിഫ്നെസ്, നെക്ക് സ്റ്റിഫ്നെസ് ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ബ്രീത്തിങ് സിസ്റ്റത്തെ അഥവാ ശ്വാസോച്ഛ്വാസം എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് കൂടി നമുക്ക് പരിശോധിക്കാം. ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ പെട്ടെന്ന് ബ്രീത്തിങ് കൂടുന്നതായി, ബ്രീത്തിങ്ങിൻ്റെ ദൈർഘ്യം കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ പ്രധാന കാരണം ഒരു വ്യക്തി ഒരു ആക്ഷനിൽ ഏർപ്പെടുന്ന സമയത്ത് ആ വ്യക്തിയുടെ മസിൽസിന് കൂടുതൽ ഓക്സിജൻ ആവശ്യമായതുകൊണ്ട് പ്രകൃതി തന്നെ ഓക്സിജൻ മസിലുകളിലേക്കും മറ്റുള്ള ശരീരഭാഗങ്ങളിലേക്കും പ്രവഹിപ്പിക്കുന്നു. അതിൻ്റെ ഔട്ട്കം ഇതാണ്, കൂടുതൽ ആയിട്ടുള്ള ബ്രീത്തിങ്. അത് പാൽപിറ്റേഷനിലേക്കും ആസ്മയിലേക്കും ഒരു വ്യക്തിയെ നയിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്ട്രെസ് അനാട്ടമിയിൽ ഹാർട്ട് എങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഏത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണെങ്കിലും ഹാർട്ട് ബീറ്റ്സ് കൂടുതലാകുന്നു, BP കൂടുന്നു, ഓക്സിജൻ നമ്മളുടെ ശരീരഭാഗങ്ങളിലേക്ക് കൂടുതലായിട്ട് എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ കൂടുതൽ ക്രോണിക്കായിട്ട് BP ഉണ്ടാകുന്നതിലൂടെ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സമയത്ത് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് പെർസ്പിറേഷൻ അഥവാ വിയർക്കൽ. വിയർക്കൽ വളരെ അനിവാര്യമാണ് ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ അഥവാ ഒരു ആക്ഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ശരീരം തണുപ്പിക്കാൻ വേണ്ടി പ്രകൃതി കനിഞ്ഞ് അരുളി ചെയ്ത ഒരു പ്രതിഭാസം തന്നെയാണ് വിയർക്കൽ എന്നുള്ളത്. ഇതിലൂടെ കൂടുതൽ എനർജി ബോഡിയിൽ നിന്ന് ബേൺ ചെയ്യുന്നതിന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ലിവറിനെയും അതുപോലെ മറ്റുള്ള ശരീരഭാഗങ്ങളെയും കൂടി ബാധിക്കുന്നു എന്നുള്ളത് കൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം. ഇത് നമ്മുടെ ലിവറിൻ്റെ
പ്രവർത്തനം ആ സമയത്ത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഊർജ്ജം അനിവാര്യമായതുകൊണ്ട് ലിവർ പെട്ടെന്ന് കൂടുതൽ ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് ബ്ലഡ് സ്ട്രീമിലേക്ക് സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. അതിലൂടെ നമ്മുടെ മസിൽസ് കൂടുതൽ എനർജറ്റിക് ആവുകയും ശക്തമാവുകയും ചെയ്യുന്നു. ഒരു ആക്ഷനിൽ എങ്ങനെയാണ് സ്പ്ലീൻ പ്രവർത്തിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. സ്പ്ലീൻ ഈ സമയത്ത് റിലീസസ് ഇറ്റ്സ് സ്റ്റോർഡ് ബ്ലഡ് സെൽസ് ആൻഡ് കെമിക്കൽസ് ഇൻ ടു ബ്ലഡ് സ്ട്രീം. സ്പ്ലീൻ സ്റ്റോർ ചെയ്തു വെച്ചിട്ടുള്ള ബ്ലഡ് സെൽസിനെയും കെമിക്കൽസിനെയും പെട്ടെന്ന് ബ്ലഡ് സ്ട്രീമിലേക്ക് സപ്ലൈ ചെയ്യുകയും ബ്ലഡ് സ്ട്രീം, അതായത് ബ്ലഡ് കൂടുതൽ തിക്കാവുകയും ചെയ്യുന്നു. കോൺസെൻട്രേറ്റായി ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പ്രവഹിക്കുകയും ചെയ്യുന്നു. അതിലൂടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ പെട്ടെന്ന് ക്ലോട്ട് ചെയ്യുന്നതിന്, അതായത് രക്തം ക്ലോട്ട് ചെയ്യുന്നതിന് ഇത് സഹായകമാകുന്നു. സ്ട്രെസ് നമ്മളുടെ ശരീരത്തിൻ്റെ വിവിധ പ്രക്രിയകളെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യം കൂടി നമുക്ക് നോക്കാം. കാർഡിയോ വാസ്കുലർ സിസ്റ്റംസിനെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നതിലൂടെ ഹൈ ബ്ലഡ് പ്രഷർ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് ഇവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ പ്രതികൂലമായി ബാധിക്കുന്നതിലൂടെ പെപ്റ്റിക് അൾസർ, കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, ഇൻഡൈജഷൻ ഇവയൊക്കെ ഉണ്ടാകുന്നു. ഇമ്മ്യൂൺ സിസ്റ്റത്തെയും ഇവ പ്രതികൂലമായി ബാധിക്കുന്നതിലൂടെ ഫ്രീക്വൻറ്റ് കോൾഡ് ഇൻഫെക്ഷൻസ്, ജലദോഷങ്ങൾ കൂടുതലായി ബാധിക്കുന്നു. സെൻസ് ഓർഗൻസിനെയും അതുപോലെ തന്നെ എമോഷൻസിനെയും ഒക്കെ തന്നെ ഇവ പ്രതികൂലമായി ബാധിക്കുന്നതിലൂടെ അലർജി ഉണ്ടാകുന്നു, സ്കിൻ റാഷസ് ഉണ്ടാകുന്നു, സെൻസിറ്റിവിറ്റി, ഐ പ്രോബ്ലംസ്, ബാക്ക് ഏക്ക്, മൈഗ്രെയിൻ, നെക്ക് ആൻഡ് ഷോൾഡർ പെയിൻ, ഡിപ്രഷൻ, പുവർ സ്ലീപ്പിംഗ് ഹാബിറ്റ്സ്, ഉറക്കമുണ്ടാകാത്ത അവസ്ഥ, ഈവൻ ക്യാൻസർ പോലുള്ള അസുഖങ്ങളിൽ പോലും കൊണ്ടെത്തിക്കാൻ കഴിയുന്ന ഒരു വിപത്തായി മാറിയിരിക്കുകയാണ് സ്ട്രെസ് എന്നുള്ള വിവരം മാന്യ പ്രേക്ഷകർ മനസ്സിലാക്കുന്നത് തീർച്ചയായും നന്നായിരിക്കും.